ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് തന്നെ ആ പീരീഡിൽ തൊഴിലാളികളെ കേൾക്കണം. കാരണം ലോകത്തെമ്പാടും തൊഴിലാളികളുടെ വലിയൊരു മുന്നേറ്റം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്, തൊഴിലാളി വിപ്ലവങ്ങളുടെയൊക്കെ. അതുകൊണ്ടുകൂടിയാവാം അന്നത്തെ ഭരണകൂടങ്ങൾ തൊഴിലാളികളെ കേൾക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഭരണകൂടങ്ങൾക്ക് തന്നെ ഉണ്ടായി. അങ്ങനെയാണ് 1919 ILO രൂപീകരിക്കുന്നത്. ILO രൂപീകരിക്കുമ്പോൾ ലീഗ് ഓഫ് നേഷൻസിന്റെ മുൻകൈയിലാണ് ILO രൂപീകരിക്കുന്നത്. അവിടെ അപ്പോൾ തൊഴിലാളികളെ കേൾക്കണം, അതാണൊരു ഒരു ഒരു ആശയം. അതാണ്. അല്ലെങ്കിൽ തൊഴിലാളികൾ വലിയ വിപ്ലവമൊക്കെ നടത്തിക്കളയും എന്ന് ഭരണകൂടങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും തൊഴിലാളികളെ കേൾക്കണം എന്നുള്ള ഒരു ആശയം വരികയും അങ്ങനെ ഒരു ട്രൈപാർട്ടി മെക്കാനിസം ILO രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് 1919. അതാണ് ത്രികക്ഷി സംവിധാനം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അതാണ് ശരിക്കും തൊഴിലാളികൾക്ക് ദേശീയ തലത്തിൽ അവരുടെ ഒരു വേദി എന്ന് പറയുന്നത്. അതാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അന്തർദേശീയ വേദി ILO-യാണ്. അത് പിന്നീട് UN ആയപ്പോഴും ഐക്യരാഷ്ട്രസഭ ആയപ്പോഴും ആ ILO എന്ന ബോഡി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ പൊതുവിൽ ഇത്തരം UN ബോഡികളുടെ പരിമിതികളും അതിന്റെ തളർച്ചയും ഒക്കെ ഇന്ന് ILO-യിലും കാണാം. എന്നിരുന്നാലും ILO തന്നെയാണ് ഇപ്പോഴും ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടുകൾ ഭരണകൂടങ്ങളുമായി ചർച്ച ചെയ്ത് ILO അംഗരാഷ്ട്രങ്ങളിൽ അവ നടപ്പിലാക്കുവാനുള്ള കൺവെൻഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആയിട്ട് കാലാകാലങ്ങളിൽ അത് ചെയ്യുന്നു. ഒരു ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് അവർ കൃത്യമായി നടത്തി ഇത്തരം കൺവെൻഷനുകൾ നടപ്പിലാക്കാൻ അംഗരാഷ്ട്രങ്ങളോട് അവർ ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ലോകത്തെമ്പാടും ഉള്ളത്. നമ്മളും ILO-യിലെ ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ത്യയിൽ തന്നെ 1920 ആകുമ്പോൾ AITUC രൂപപ്പെടുന്നു. 1920 ഒക്ടോബർ 30 AITUC മുംബൈയിൽ രൂപമെടുക്കുന്നത്. നമ്മളുടെ മദർ ട്രേഡ് യൂണിയൻ, ഇന്ന് നിലവിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും ഉത്ഭവം അങ്ങനെയാണ് പറയുന്നത്. അതിനു മുമ്പ് തന്നെ തൊഴിലാളി സംഘടനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് കാലത്ത്. പക്ഷെ അതൊരു ദേശീയ തലത്തിലൊരു സംഘടനാ രൂപം വരുന്നത് AITUC-യുടെയാണ് 1920. ഈ AITUC രൂപമെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു പൊളിറ്റിക്കലായി. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരായിട്ടുള്ള വലിയ സമരങ്ങൾക്ക് അന്ന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു അത്. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1921 തന്നെ AITUC-യുടെ ജാരിയ കോൺഫറൻസ് പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പൊളിറ്റിക്കലായ ഡിമാൻഡുകൾ തന്നെ തൊഴിലാളി സംഘടനകൾ ഉയർത്തിയിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് അക്കാലത്ത് ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷതയിൽ കൂടിയ ആദ്യത്തെ, പിന്നീട് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും BV ഗിരി ഉൾപ്പെടെയുള്ള അങ്ങനെ പിന്നീട് അന്ന് ദേശീയ നേതൃത്വത്തിന് വലിയ പ്രാധാന്യമുള്ള നേതൃത്വം തന്നെയാണ് തൊഴിലാളി സംഘടനകൾക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെയാണ് ഇവരൊക്കെ AITUC-യുടെ പ്രസിഡന്റന്മാരായി ആ കാലത്ത് ഇരിക്കുകയും ചെയ്തു. പിന്നീടൊരു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒക്കെ സംഘടനകൾ പല സംഘടനകളായി മാറി. ഇന്ന് ഇന്ത്യയിൽ 11 സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ ആ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. 11 സെൻട്രൽ ട്രേഡ് യൂണിയൻ. ഈ 11 സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ സ്റ്റാറ്റ്യൂട്ടറി ആയി ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപരമായി പ്രവർത്തിക്കുന്ന ബോഡികളാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ 11 സെൻട്രൽ ട്രേഡ് യൂണിയനും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. നേരത്തെ UPA ഗവൺമെന്റിന്റെയൊക്കെ കാലത്ത് നടത്തിയ പണിമുടക്കുകളിൽ BMS ഉൾപ്പെടെയുള്ള 11 സെൻട്രൽ ട്രേഡ് യൂണിയനുകളും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഡിമാൻഡുകൾ ഉന്നയിച്ചത്. പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായി സംഘപരിവാർ സ്വാധീനത്തിന്റെ നിയന്ത്രണത്തിലുള്ള BMS ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയും 10 സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ INTUC, AITUC, CITU, HMS തുടങ്ങിയിട്ടുള്ള 10 സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ പുതിയ ഒരു മുഖമാണത്. അത് കൃത്യമായും ഈ പറയുന്ന അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള നേരത്തെ തുടങ്ങി വെച്ച ഡിമാൻഡുകളിൽ നിന്ന് ഈ പണിമുടക്കിലേക്ക് വരുമ്പോൾ 17 ഡിമാൻഡുകളായി മാറുകയുണ്ടായി. അപ്പോൾ ഈ 17 ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ സെക്ടറിനെയും അത് ബാധിക്കുന്ന 17 ഡിമാൻഡാണ്. ഈ 17 ഡിമാൻഡ് ഏറ്റവും സാധാരണ തൊഴിലാളികൾക്ക്
അല്ലെങ്കിൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മിനിമം വേതനം നൽകണമെന്നൊരു ഡിമാൻഡാണ്. ലോകം വികസിത രാജ്യങ്ങൾ മുഴുവൻ മിനിമം വേജ് കഴിഞ്ഞ് ലിവിംഗ് വേജും ഡീസന്റ് വേജിലേക്കും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന തന്നെ ലിവിംഗ് വേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മിനിമം വേജിനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള സമരം. അപ്പോൾ നമ്മളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒട്ടും അനുവദിക്കാൻ കഴിയാത്ത ഡിമാൻഡേ അല്ല. അതിന്റെ അതിന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഒട്ടനവധി മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 26,000 രൂപയെങ്കിലും ഒരു വർക്കർക്ക് മിനിമം വേതനം ലഭിക്കണമെന്നാണ് നമ്മളിപ്പോൾ ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് 26,000 രൂപയെങ്കിലും ഒരു വർക്കർക്ക് മിനിമം വേതനം കിട്ടണം. പിന്നെ പെൻഷൻ സ്കീം, ഇന്ന് പലതരത്തിലുള്ള പെൻഷൻ സ്കീമുകളുണ്ട്. ആ പെൻഷൻ സ്കീമിൽ ഏറ്റവും സാധാരണ ഒരു തൊഴിലാളി പോലും പെൻഷൻ പറ്റി ജോലി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു 6,000 രൂപയെങ്കിലും അവർക്ക് മിനിമം പെൻഷൻ അവർക്ക് ലഭിക്കണം, ഏതെങ്കിലും സ്കീമുകളിലൂടെ മിനിമം പെൻഷൻ. ഇതൊരു ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് എവിടെയെങ്കിലും അന്യായമാണ് എന്ന് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പറയാൻ കഴിയും. ഒരു ഡിമാൻഡാണ്. വേറെ ഈ പറയുന്ന 17 ഡിമാൻഡിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒന്നാമത്തെ ഡിമാൻഡായി പറയുന്നത് നമ്മളൊന്ന് സർക്കാർ കേൾക്കണം. അതാണ് ILO രൂപീകരിച്ച് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് നടക്കുന്നത് പോലെ തന്നെ അംഗരാജ്യങ്ങൾ ലേബർ കോൺഫറൻസ് നടത്തണമെന്ന് വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിൽ ഡോക്ടർ അംബേദ്കർ 1942 മുതൽ 1946 വരെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മിനിസ്റ്റർ ആയിരുന്നു, ലേബർ മെമ്പർ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ട്രൈപാർട്ടി സംവിധാനത്തെ കുറിച്ച് കൃത്യമായി, അത് 42 ലേബർ കോൺഫറൻസിലാണ് ട്രൈപാർട്ടി സംവിധാനത്തിൽ തൊഴിലാളികളും തൊഴിലുടമയും സർക്കാരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം എന്നത് മാൻഡേറ്ററി ആക്കുന്നത്. അത് 1942 മുതലാണ്. അതായത് ബ്രിട്ടീഷുകാർ ഉള്ളപ്പോൾ തന്നെ ഇത് മാൻഡേറ്ററി ആയി ഈ 3 കൂട്ടരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരെങ്കിലും അന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് അനുവദിക്കാൻ കഴിയാത്തതാണെങ്കിൽ കൺസീലിയേഷനിലൂടെ അല്ലെങ്കിൽ പരസ്പര ചർച്ചയിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അങ്ങനെ ആ 42 മുതൽ പിന്നീട് മുടങ്ങാതെ നടക്കുകയുണ്ടായി. പ്രധാനമന്ത്രിമാരാണ് ലേബർ കോൺഫറൻസുകൾ വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യം അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. 2015 ഏറ്റവും ഒടുവിലത്തെ ലേബർ കോൺഫറൻസ് നടന്നത്. 2015 പ്രത്യേകത, 2014 മോഡി അധികാരത്തിൽ വരുന്നു. ഒരു തവണ അദ്ദേഹം 2015 ലേബർ കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്ത് ഒരു കോൺഫറൻസ് നടത്തി. പക്ഷെ അതിനുശേഷം ഇതുവരെ ലേബർ കോൺഫറൻസ് നടത്തിയിട്ടില്ല. ഇതൊരു വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. കാരണം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യപരമായ ആവശ്യം, അവകാശം, അത് ഇന്ത്യൻ ഈ പറയുന്ന ഭരണഘടനാ ശില്പിയുടെ കാലത്ത് കൃത്യമായി തുടങ്ങി കണ്ടിന്യൂസ് ആയി നടത്തിക്കൊണ്ടിരുന്ന, അപൂർവം ചില സന്ദർഭങ്ങൾ മാറ്റം വന്നിട്ടുണ്ടാവാം, പക്ഷെ മുടങ്ങാതെ നടക്കുന്ന ലേബർ കോൺഫറൻസ്, ആ ലേബർ കോൺഫറൻസിലാണ് ഈ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ പങ്കെടുത്ത് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതും, അതുപോലെ എംപ്ലോയർ റെപ്രസെന്റേഷൻ പങ്കെടുക്കുന്നതും ഗവൺമെന്റ് റെപ്രസെന്റേഷൻ പങ്കെടുക്കുന്നതും. അത് 2015 ശേഷം ഇത് നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. അനൗദ്യോഗികമായി അന്വേഷിക്കുമ്പോൾ പറയുന്നത് 2015 കോൺഫറൻസിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെയൊന്നും ചോദ്യങ്ങൾക്ക്, തൊഴിലാളികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് കൊടുക്കേണ്ടയാളല്ല പ്രധാനമന്ത്രി എന്നുള്ള ഒരു തോന്നലിലാണ് പിന്നീട് അത് നടക്കാതെ പോയതെന്നാണ്. ഇപ്പോഴും നമ്മളുടെ ഈ സമരത്തിലെ ഒന്നാമത്തെ ഡിമാൻഡ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കണമെന്നാണ്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർത്തിട്ട് വേണം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന തൊഴിലിൽ എന്തെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റത്തിന് തൊഴിലാളി സംഘടനകൾ തയ്യാറാണ്. പക്ഷെ തൊഴിലാളി നിയമങ്ങളിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അത് ഈ ലേബർ കോൺഫറൻസും തൊഴിലാളി പ്രതിനിധികളും കൂടി ഉൾപ്പെടുന്ന ഒരു ചർച്ചയിലായിരിക്കണം. ഇതൊന്നും ചെയ്യാതെയാണ് രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ, അതിൽ കൃത്യമായി പറഞ്ഞാൽ 29 സെൻട്രൽ തൊഴിൽ നിയമങ്ങൾ റിപ്പീൽ ചെയ്യുന്ന, പിൻവലിക്കുന്ന, ഇല്ലാതാകുന്ന തരത്തിൽ 4 ലേബർ കോഡുകളായി അതിനെ കൺസോളിഡേറ്റ് ചെയ്തു. അതെല്ലാം ഈ 29 ലേബർ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ ആവശ്യവാദം. അങ്ങനെയാണ് 4 ലേബർ കോഡ് എന്നുള്ള രീതിയിൽ പാർലമെന്റ് 2019 2020 പാർലമെന്റ് പാസ്സാക്കി ലേബർ കോഡ്. 2019-20 കാലം നമുക്കറിയാമല്ലോ, കോവിഡിന്റെ കാലം. എല്ലാ ജനാധിപത്യ സംവിധാനവും രണ്ടാൾ കൂടി ഒന്നിച്ച് കൂടാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ലേബർ കോഡ് ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. എല്ലാ ജനാധിപത്യ മര്യാദകളെയും
ലംഘിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഈ 4 കോഡുകളും പാസ്സാക്കുന്നത്. ഈ കോഡ് പാസ്സാക്കുമ്പോൾ തന്നെ നമ്മൾ അഭിപ്രായ വ്യത്യാസം പറയുകയും കോഡ് നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെടുകയും കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ സമരത്തിലും ഇപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട ഡിമാൻഡിലൊന്ന് ലേബർ കോഡ് പിൻവലിക്കണമെന്നാണ്. കാരണം രാജ്യത്ത് പ്രധാനപ്പെട്ട 44ഓളം സെൻട്രൽ ലേബർ ആക്ടുകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് ബ്രിട്ടീഷ് 1923 എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് മുതൽ 1926 ട്രേഡ് യൂണിയൻ, ഇതൊക്കെ ബ്രിട്ടീഷ് പീരീഡിൽ നടന്നതാണ്. അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം വേജസ് ആക്ട്, EPF ആക്ട്, ESI ആക്ട്, മെറ്റേണിറ്റി ആക്ട്, ഇങ്ങനെ പറയുന്ന പ്രോ ലേബർ ആയിട്ടുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള 44ഓളം തൊഴിൽ നിയമങ്ങൾ, സെൻട്രൽ നിയമങ്ങളുണ്ട്. അതിനു പുറമെ സ്റ്റേറ്റുകളിൽ വേറെയും നിയമങ്ങളുണ്ട്. ഈ 44 സെൻട്രൽ നിയമങ്ങളിലാണ്, കേന്ദ്ര നിയമങ്ങളിലാണ് 29 നിയമങ്ങൾ ഇല്ലാതാവുന്നത്. 29 നിയമങ്ങൾ ഇല്ലാതാകുമ്പോൾ EPF, ESI, മെറ്റേണിറ്റി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 29 നിയമങ്ങളും ഇല്ലാതാവുകയാണ്. അപ്പോൾ ഫാക്ടറീസ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇല്ലാതാവുകയാണ്. അത് ഇവരുടെ ന്യായം ഇതെല്ലാം നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നു എളുപ്പത്തിന് വേണ്ടി എന്നാണ്. അതല്ല അതിന്റെ ഉദ്ദേശം. അതിലൂടെ ഈ 4 ലേബർ കോഡിലൂടെ ഇത് പൂർണ്ണമായും തൊഴിലാളികളുടെ അവകാശങ്ങളെ പൂർണ്ണമായും ഡൈലൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നുള്ള ഒരു ശക്തമായ ഡിമാൻഡ് അതിൽ ഉന്നയിക്കുന്നു. ഇതിന് ഒട്ടനവധി നേരത്തെ നമ്മൾ മിനിമം വേജ് ആവശ്യപ്പെട്ട് മിനിമം വേജിനെ കുറിച്ച് കോടതി വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും പുതിയ ലേബർ കോഡ് പറയുന്നത് നാഷണൽ ഫ്ലോർ വേജിനെ കുറിച്ചിട്ടാണ്. അതായത് ഏറ്റവും തറ വേതനം, ഒരു നാഷണൽ ഫ്ലോർ വേജ് ആണ് അവർ പുതിയ കോഡിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്, മിനിമം വേജ് എന്ന കോൺസെപ്റ്റിന് പകരം. അപ്പോൾ ഇങ്ങനെ അതുപോലെ വർക്കിംഗ് അവേഴ്സിൽ വരാൻ പോകുന്ന മാറ്റം, ഇതെല്ലാം വരുമ്പോൾ എതിർക്കുകയും അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ചട്ടം ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിലൊക്കെ നമ്മൾ ശക്തമായി എതിർത്ത് നിന്നതുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ചട്ടം ഉണ്ടായില്ല. പല സ്റ്റേറ്റുകളിലും ചട്ടം ഉണ്ടായില്ല. അതുകൊണ്ട് 2019-ലും 20-ലുമായി പാസ്സാക്കിയ കോഡുകൾ ഇന്ന് രാജ്യത്ത് അതേ രീതിയിൽ ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, നോട്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് 36 സ്റ്റേറ്റുകൾ ചട്ടമുണ്ടാക്കി എന്നാണ്. അതും ശുദ്ധ നുണയാണ്. കാരണം കേരളത്തിൽ ചട്ടമുണ്ടാക്കാൻ ഉള്ള പ്രിലിമിനറി ചർച്ച ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിന് ഒബ്ജക്ഷൻ രേഖപ്പെടുത്തി അത് മാറ്റിവെച്ചു. പക്ഷെ കേരളവും ചട്ടമുണ്ടാക്കിയ ലിസ്റ്റിലാണ്. സെൻട്രൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ലേബർ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ. അപ്പോൾ 36 സ്റ്റേറ്റുകൾ ചട്ടമുണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ചട്ടം ജനാധിപത്യപരമായി ഈ ചട്ടം ഉണ്ടാക്കുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് ബ്യൂറോക്രസിയെ ഉപയോഗിച്ചുകൊണ്ട് വളരെ തന്ത്രപരമായി ഈ ലേബർ കോഡിലെ വ്യവസ്ഥകൾ രാജ്യത്തെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ അതുപോലെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, BJP റൂൾഡ് സ്റ്റേറ്റുകളിൽ, UP ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിലും അവർ ഈ മിനിമം വേജ് അവിടുത്തെ ഒരു നിയമം അമെൻഡ് ചെയ്തിട്ട് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് അവിടെയും വർക്കിംഗ് അവേഴ്സ്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും അവിടെയും കമ്പൽ ചെയ്തിട്ട് 8 അവേഴ്സ് എന്നുള്ളത് 10ഉം 12ഉം 16 മണിക്കൂറായി മാറ്റുന്ന തരത്തിലേക്ക് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അവർ അമെൻഡ് ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മളുടെ ലേബർ മിനിസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ലേബർ മിനിസ്റ്റർ പറഞ്ഞത് കേന്ദ്രത്തിന്റെ അതിശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗം വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്ത് കൊണ്ട് ഞങ്ങൾ സെൻട്രൽ ട്രേഡ് യൂണിയനിൽ എല്ലാ യൂണിയന്റെയും ലീഡർഷിപ്പ് അതിൽ പങ്കെടുത്തു. ലേബർ മിനിസ്റ്ററാണ് ഈ മീറ്റിംഗ് നടത്തിയത്. പക്ഷെ മിനിസ്റ്റർ തന്നെ പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞു, ഇത് കേരളത്തിൽ, കാരണം അതിലെ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ 8 അവേഴ്സ് എന്നുള്ള ഇത് മാറ്റി 10 അവേഴ്സ് 12 അവേഴ്സ് ആക്കി ഇത് മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിന്റെ വന്നിരിക്കുന്നത്. തൽക്കാലം കേരളത്തിൽ ഭീഷണിയില്ല, പക്ഷെ അത് ഭീഷണിയായിട്ട് തന്നെ നിൽക്കുകയാണ്. തൽക്കാലം മന്ത്രി തന്നെ പറഞ്ഞു ഇത് ഇപ്പോ ഇങ്ങനെ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ
ഞങ്ങളുടെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തി ഒബ്ജക്ഷൻ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിന് റിപ്ലൈ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ പോലും ഇതിനെ പിന്നെ ഇതിന് ഈ രീതിയിൽ ലേബർ കോഡുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഒരു വശത്ത് നടക്കുന്നത്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ അവസ്ഥ അറിയുമല്ലോ. അതായത് സംഘടിത തൊഴിലാളി സംഘടനകൾ സംഘടിതമായി ജാഗ്രതയോടെ നീങ്ങാത്ത സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഈ 8 മണിക്കൂർ ജോലി എന്നുള്ള കാര്യത്തിലും ഇൻസ്പെക്ഷന്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും ഡൈല്യൂട്ട് ചെയ്യുന്ന ലേബർ കോഡുകൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ലേബർ ആക്ടിൽ വന്നിരിക്കുന്ന നിയമത്തിൽ വന്നിരിക്കുന്ന മാറ്റം. നിയമത്തിൽ 8 വേർഡ്സ് പറയുമ്പോഴും അതിനെ മറികടക്കുന്ന തരത്തിൽ ഇന്ന് നമ്മൾ കേരളത്തിലടക്കം ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രംഗത്ത് സ്ത്രീകളടക്കം 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് നിയമപരമായ പരിരക്ഷയില്ല. നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ തുടങ്ങുന്നത് തന്നെ, അല്ലാതെ മറച്ചു വെച്ചുകൊണ്ടല്ല. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് വരണമെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയ്ക്കണം എന്നതാണ് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനം. ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലാളികളെ കേൾക്കാത്ത ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ, തൊഴിലാളികളെ കേൾക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാർ. ഇതാണ് പൊളിറ്റിക്കലായി വന്നിരിക്കുന്ന, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റ്. ഇതാണ് ഒരു മാറ്റം. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. തൊഴിലാളികളല്ലേ ഈ രാജ്യത്തെ നയിക്കുന്നത് ശരിക്കും. തൊഴിലാളികൾ പഴയതുപോലെ തൊഴിലാളികൾ പൊളിറ്റിക്കൽ പവർ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നത്. തൊഴിലാളി സംഘടനകൾ യഥാർത്ഥത്തിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ്. ലോകം മുഴുവൻ തൊഴിലാളി സംഘടനകളും. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, ജനറൽ മോട്ടോഴ്സിലെ അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സിലെ തൊഴിലാളികൾ വേജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു. ആ സമരം ചെയ്ത സമരപ്പന്തലിലേക്ക് ജോ ബൈഡൻ വന്ന് ഹാൻഡ് മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്ന ചിത്രം BBC റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ വികസിത ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് അവർ സംഘടിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. തൊഴിലാളികളെ കേൾക്കുന്നുണ്ട്, അല്ലെ ഭരണകൂടങ്ങൾ കേൾക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പരിതാപകരമായ കാര്യം തൊഴിലാളികളെ കേൾക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ആത്മവിശ്വാസം കളയാതെ പുതിയ എല്ലാ സെക്ടറുകളും, ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിൽ എന്ന് പറയുന്നത് അതൊരു വാക്ക് തന്നെ, തൊഴിലുറപ്പ് തൊഴിൽ എന്നുള്ളൊരു ഇത് തന്നെ ഒരു വെൽഫെയർ സ്കീം എന്നുള്ള തരത്തിലാണ്. അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്ന തരത്തിലാണ് ഈ പുതിയ ഡിമാൻഡുകൾ. അങ്ങനെ ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെ മൊത്തത്തിൽ നമുക്ക് റാലി ചെയ്യിക്കുവാൻ കഴിയുന്ന ഒരു നീക്കത്തിലൂടെ മാത്രമേ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കുകയുള്ളൂ. പഴയകാല കേരളത്തിലും ഇന്ത്യയിലും നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ സമരത്തിൽ തൊഴിലാളികൾ വഹിച്ച പങ്ക്, കേരളത്തിലെ ജനാധിപത്യവൽക്കരണത്തിലും ഉത്തരവാദ പ്രക്ഷോഭത്തിലും യഥാർത്ഥത്തിൽ പാർട്ടികളെക്കാൾ വലിയ പങ്ക് വഹിച്ചത് തൊഴിലാളി സംഘടനകളാണ്. അപ്പോൾ ആ തൊഴിലാളി സംഘടനകളാണ് കേരളത്തിന്റെ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയവൽക്കരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്ന കാര്യം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വരും കാലങ്ങളിലും ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ ഒരു വലിയ റോള് വഹിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ ഇതിലുണ്ട്. തൊഴിലാളികൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഈ പറയുന്ന ഇന്നത്തെ ഈ ട്രേഡ് യൂണിയൻ ഐക്യം കൂടുതൽ നമ്മൾ BMS ഉൾപ്പെടെ നമ്മൾ പറയും, അവർ ഈ ജോയിന്റ് പ്ലാറ്റ്ഫോമിൽ ഇല്ലെങ്കിലും പല സെക്ടറുകളിലും BMS-ഉമായി ചേർന്ന് നമ്മൾ സമരം ചെയ്യുന്നുണ്ട് പല സെക്ടറുകളിലും. അത് അവർ തന്നെ സെക്ടറൽ സമരങ്ങളിൽ BMS-ഉം പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട്. ഇത് പൊതുവിൽ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ള രീതിയിലാണ് അവർ ഈ പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഈ ഡിമാൻഡ് BMS-ന് പോലും അഭിപ്രായമില്ല, വ്യത്യാസമില്ലാത്ത ഡിമാൻഡാണ്. അപ്പൊ ഈ ഡിമാൻഡിനെ പക്ഷെ പൊതുസമൂഹം ഏറ്റെടുക്കണം. പൊതുസമൂഹം ഏറ്റെടുക്കണം എന്ന് പറയുന്നത്, പൊതുസമൂഹം എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ അത് നമ്മളിൽ നിന്ന് കിട്ടിയ പഴയ ഫ്യൂഡൽ ഹാങ് ഓവർ ആണോ എന്താണോ എന്നറിയില്ല. നമ്മൾ എല്ലാവരും തൊഴിലാളികളോടുള്ള ഒരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇനിയും മാറേണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അവർ യഥാർത്ഥത്തിൽ തൊഴിലാളികളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യേണ്ട, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പൊതുസമൂഹം. ഇന്ത്യയിലെ വർക്ക് ഫോഴ്സ് ആണെന്ന് മറ്റെല്ലാത്തിനെയും
ഉല്ലംഘിക്കുന്ന അതിജീവിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് ആണ്. ഇന്റർനാഷണൽ മൈഗ്രേഷന്റെ വിഷയമെടുത്താലും ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷന്റെ വിഷയമെടുത്താലും ഒക്കെ ഈ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു വർക്ക് ഫോഴ്സ് ആണ്. ഈ വർക്ക് ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ചാലകശക്തിയായി നിൽക്കേണ്ടത്. ഈ വർക്ക് ഫോഴ്സിനെ, ഈ ചാലകശക്തിയെ അവകാശങ്ങളില്ലാതാക്കിക്കൊണ്ടല്ല രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഈ ചാലകശക്തിയുടെ മുന്നിൽ തന്നെയാണ് വികസനം കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്കൊരു ജനാധിപത്യ ഇന്ത്യ ഇനിയും നമ്മളുടെ, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ പ്രായക്കുറവാണ്. നമുക്ക് ഇനിയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം, പോയി തന്നെ ഇന്ത്യയെ നന്നാക്കി കൊണ്ടുവരണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ തന്നെ നിലനിൽക്കുന്നത് പബ്ലിക് സെക്ടറിലാണ് മെയിനായിട്ട്. അപ്പോൾ ആ പബ്ലിക് സെക്ടറുകളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ പറഞ്ഞു കോർ സെക്ടറുകളൊന്നും പ്രൈവറ്റൈസ് ചെയ്യരുതെന്നായിരുന്നു പറഞ്ഞു. ബാങ്കിങ്, ഇൻഷുറൻസ്, ഡിഫൻസ് അടക്കം എല്ലാ രംഗത്തും നമുക്കവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട്. ഡിഫൻസിന്റെ സിവിലിയൻ ട്രേഡ് യൂണിയൻ ഉണ്ട് വളരെ ഇതായിട്ട്. പക്ഷെ അവിടെ എസ്മ പോലുള്ള ഇത് ഉപയോഗിച്ചിട്ട് അത്രയും ഏതെങ്കിലും പണിമുടക്ക് സമരങ്ങളെയൊക്കെ അവർ ഇല്ലാതാക്കും. ഇപ്പൊ ഈ ഏറ്റവും ഒടുവിൽ ഡിഫൻസ് എംപ്ലോയീസ് 1 മണിക്കൂറാണ് ഈ നമ്മളുടെ പണിമുടക്കിന് 1 മണിക്കൂർ അവർ പണിമുടക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ വലിയ കോൺസിക്വൻസ് നേരിടേണ്ടി വരും ഇന്നത്തെ അവസ്ഥ. BSNL പോലുള്ള വലിയ പബ്ലിക് സെക്ടർ ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി. അതുപോലെ മൈനിങ് സെക്ടറുകൾ മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറ്റ് ഒട്ടനവധി സോഷ്യൽ ഇമ്പാക്റ്റുകൾ വേറെ വരും. ട്രൈബൽ ജനങ്ങളുടെ, ഫിഷർമെൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വേറെ വരും. പക്ഷെ അപ്പം നിലവിലുള്ള ഇത് സംരക്ഷിക്കാനുള്ള ഒരു ഫോക്കസാണ് അതിൽ ചെയ്യുന്നത്. ഇന്ത്യയിലെ പഴയ സമ്പദ്ഘടനയിൽ നിന്നും മാറി ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് പ്രൈവറ്റൈസേഷൻ ഫോക്കസ് വന്നു. പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ, കമ്പനികൾ വരുമ്പോൾ ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇല്ല. ഭരണാധികാരികൾ കുറച്ചുകൂടി സ്റ്റേണായി നിന്നാൽ മതി അത്. കാരണം ഈ MNE ഡിക്ലറേഷൻ എന്ന് പറയുന്ന ILOയുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, മൾട്ടിനാഷണൽ എന്റർപ്രൈസ് ഡിക്ലറേഷൻ ആണത്. അതായത് ലോകത്തെവിടെ ഒരു കമ്പനി പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ നിയമങ്ങൾ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് MNE ഡിക്ലറേഷൻ. അത് ഒരു ട്രൈപാർട്ടി ഡിക്ലറേഷനാണ്, ത്രികക്ഷി. അതായത് ഈ കമ്പനികളും തൊഴിലാളി സംഘടനകളും ഗവൺമെന്റും ബോഡിയും ഇരുന്ന് അംഗീകരിച്ച ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ബഹിരാഷ്ട്ര കമ്പനി ഒരു ഫാക്ടറി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് തുടങ്ങിയാൽ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെ അംഗീകരിക്കണം. ഇവിടുത്തെ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ അവർ, ട്രേഡ് യൂണിയൻ റൈറ്റ് അവർ അംഗീകരിക്കണം. അങ്ങനെയാണ് ഈ ഡിക്ലറേഷൻ അവർ അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഭരണാധികാരികൾ ഇതൊക്കെ ഇല്ലാതാക്കിയാലേ ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ സിനാറിയോയിൽ തൊഴിലാളികളെ വീണ്ടും നമ്മൾ, ഇപ്പോ ജപ്പാനിലെ തൊഴിലാളിയായാലും അല്ലെങ്കിൽ അമേരിക്കയിലെ തൊഴിലാളിയായാലും അവരനുഭവിക്കുന്ന റൈറ്റുകൾ, കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെയും സോഷ്യൽ സെക്യൂരിറ്റിയുടെയുമായിട്ടുള്ള റൈറ്റുകൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്കും ആ കമ്പനികൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, കൊടുക്കണമെന്നാണ് അവിടുത്തെ അവര് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഇത്തരം കമ്പനികൾക്ക് വേണ്ടി ഇത് മുഴുവൻ ഡൈല്യൂട്ട് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ സെബി പോലുള്ള സംവിധാനം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവരുടെ ഒരു ആർഗ്യുമെന്റ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 1000 ലിസ്റ്റഡ് കമ്പനികൾ MNE ഡിക്ലറേഷൻ നടപ്പിലാക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പരിശോധിക്കാൻ ഒരു മെക്കാനിസവും ഇല്ല. MNE ഡിക്ലറേഷനിൽ കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ട്, എഗ്രിമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ 1000 കമ്പനികൾ അത് പാലിക്കുന്നു, അങ്ങനെ ലിസ്റ്റ് ചെയ്ത് 1000 കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ ഇപ്പൊ സംവിധാനമില്ല. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മാസം ഒരു ILO തന്നെ ഒരു കൺസൾട്ടേഷൻ നടത്തി. ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചാണ് 3 ദിവസത്തെ ഞാൻ അതിൽ പങ്കെടുത്തയാളാണ്. അപ്പൊ അവർ പറയുന്നത്, ഈ ILO ഇത് പറയുന്നത് നിങ്ങളുടെ ഈ 1000 കമ്പനികൾ ഇവിടെ ഇത് പാലിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ സംവിധാനങ്ങളില്ല, നമുക്ക് സംവിധാനമില്ല. അപ്പൊ അത്
അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും, ഒരു ഏജൻസിയെ കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചൈൽഡ് ലേബർ ഇല്ല, ഫോഴ്സ്ഡ് ലേബർ ഇല്ല, അല്ലെങ്കിൽ വേജ്, ലിവിങ് വേജ് അല്ലെങ്കിൽ ഡീസന്റ് വേജ് കൊടുക്കുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻവയറമെന്റൽ പ്രൊട്ടക്ഷനും അതിൽ വരും. അതെല്ലാം പാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സർട്ടിഫിക്കേഷനായി, ഈ മാൻഡേറ്ററി സർട്ടിഫിക്കേഷനായി. അല്ലാതെ ഈ 1000 കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഒരു മാർഗവുമില്ല. അപ്പോൾ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയില് ഈ പറയുന്ന അൺഓതറൈസ്ഡ് ആയിട്ട് പിരിച്ചുവിടുക, അൺഓതറൈസ്ഡ് ആയിട്ട് ശമ്പളം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി പാടില്ല എന്ന്. ഇപ്പൊ നമ്മൾ ഇവിടെ SEZ പറയുമ്പോൾ ആദ്യം പറയുന്നത് അവിടെ ട്രേഡ് യൂണിയൻ പാടില്ല, IT സെക്ടറിൽ ട്രേഡ് യൂണിയൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇതെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം വരാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ കാര്യത്തിൽ ഒരു ഫോക്കസ് കൊണ്ടുവരുന്നു. ഇപ്പോ ബാംഗ്ലൂരിലെ ഈ IT രംഗത്തുള്ള തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പ്രക്ഷോഭത്തിലേക്കൊക്കെ വന്നത് നമ്മൾ പത്രവാർത്തകൾ കണ്ടു. അപ്പോൾ ഇതുവരെ ട്രേഡ് യൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത പുതിയ ജനറേഷനാണ് അങ്ങനെ വരുന്നത്. അതുപോലെയാണ് ഗിഗ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ഗിഗ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഗിഗ് എന്ന് പറയുന്ന ഒരു തരത്തിലല്ല. ശരിക്കും നമ്മൾ ഇവിടെ ഒരു സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളി പോലും ഒരു പ്രധാന തൊഴിലായിട്ടാണ് അത് എടുക്കുന്നത്. ഊബറും ഒലയിലും വർക്ക് ചെയ്യുന്നത് പ്രധാന തൊഴിലായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഒന്നൊന്നും ചാടി മറ്റൊന്നിലേക്ക് പോകുന്ന ഫ്ലെക്സിബിലിറ്റി ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു വാദം പൊതുവിൽ ഈ കമ്പനികളെല്ലാം ഉയർത്തുന്നുണ്ട്. ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇല്ല യഥാർത്ഥത്തിൽ. അവർ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് 10-12 മണിക്കൂറും ലോഗിൻ ചെയ്താലാണ് ഇന്ന് ഒരു പ്ലാറ്റ്ഫോം വർക്കർക്ക് ഒരു 1000 രൂപയിൽ എത്തിക്കാൻ കഴിയും. അവരുടെ ഇൻസെന്റീവും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടണമെങ്കിൽ ഒരു 12 മണിക്കൂർ വരെ അവർ ലോഗിൻ ചെയ്യണം. എന്ത് ഫ്ലെക്സിബിലിറ്റി അവിടെ ഉള്ളത്. അപ്പോ അവർ പറയുന്നത് പക്ഷെ ഇത് ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്ന് ജോലി ചെയ്യാൻ, തോന്നുമ്പോൾ പോകാം. തോന്നുമ്പോൾ വന്ന് ജോലി ചെയ്താൽ ഒന്നും കിട്ടില്ല. ഒരു കുടുംബം പോറ്റണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു 600-1000 രൂപ ഇവർക്ക് കിട്ടണമെങ്കിൽ ഇവരൊരു 12 മണിക്കൂറെങ്കിലും ലോഗിൻ ചെയ്യണം. ഈ 12 മണിക്കൂർ ലോഗിൻ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെന്റീവ് കിട്ടാൻ വരുമ്പോൾ അവരെ അതിൽ നിന്ന് കളയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ടെക്നോളജിക്കൽ സംവിധാനം ഈ വലിയ അഗ്രിഗേറ്റേഴ്സ് കമ്പനികൾക്കുണ്ട്. അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ അതിന്റെ ഒരു കേരളത്തിലും അതിന്റെ ഒരു കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. ഞാൻ ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ മെമ്പറാണ്. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത് പ്ലാറ്റ്ഫോം വർക്കേഴ്സിന് എന്ത് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിലെ രാജസ്ഥാനിലും ഒരു ലെജിസ്ലേഷൻ വന്നു. രാജസ്ഥാനിൽ വന്ന ലെജിസ്ലേഷൻ ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ ആയിരുന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത്. പക്ഷെ പിന്നീട് വന്ന BJP ഗവൺമെന്റ് അതുമായിട്ട് മുന്നോട്ട് പോയില്ല. കർണാടകയിൽ ഒരു വെൽഫെയർ ആക്ട് ആണ് വരുന്നത്. കേരളത്തിലും ഒരു വെൽഫെയർ ആക്ടിന്റെ തരത്തിലാണ്. കാരണം ഈ കോഡിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ഈ പുതിയൊരു കോഡിലാണ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. ആ കോഡിൽ പറയുന്നതനുസരിച്ച് ഒരു വെൽഫെയർ സ്കീം ഉണ്ടാക്കാനാണ് പറയുന്നത്. വെൽഫെയർ സ്കീം ഉണ്ടാക്കുമ്പോൾ പോലും, വെൽഫെയർ സ്കീം ഉണ്ടാക്കുന്ന നമുക്കറിയാം, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ടിനെ ബേസ് ചെയ്ത്, സെൻട്രൽ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കിയത്. അവസാനം കോവിഡ് കാലത്ത് കോടതി നോക്കുമ്പോൾ 30,000, 50,000, 60,000 കോടിയാണ് അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ ഇല്ലാത്തത് കൊണ്ടാണ്, നിർമ്മാണ തൊഴിലാളികൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വെൽഫെയർ ആക്ടിവിറ്റി പല സ്റ്റേറ്റുകളിലും ആ വെൽഫെയർ ഫണ്ട് പോലും കാര്യക്ഷമം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ ആക്ട് മാത്രം കൊണ്ട് അതിനെ നമുക്ക് നേരിടാൻ കഴിയില്ല. ഈ ലേബർ ആക്ടിന്റെ പരിധിയിലേക്ക്, അതായത് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷനിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ അതിന് വേണം. ഇന്നതില്ല, അങ്ങനെ ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ ഇല്ല. എംപ്ലോയർ എംപ്ലോയി റിലേഷൻ അല്ല. അവർ പറയുന്നത് നിങ്ങൾ പാർട്ണർ ആണെന്നാണ്. ഒരു മൊബൈലുമായിട്ട്, ഒരു ബൈക്കുമായിട്ട് വരുന്നയാൾ അവരുടെ പാർട്ണർ ആണെന്നാണ്. ആമസോണിന്റെ പാർട്ണറാണ്, അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ പാർട്ണർ ആണെന്നാണ്. നമ്മൾ പറയുന്നത് പാർട്ണർ അല്ല, അവർ എംപ്ലോയി ആണ്. ഒത്തിരി ജഡ്ജ്മെന്റുകൾ ഇപ്പൊ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് വിഷയം ഇന്ത്യയിൽ. പക്ഷെ ഊബറിന്റെ ഒക്കെ കേസിൽ ഇംഗ്ലണ്ടിൽ ഒരു കോടതി വിധിച്ചു, അവിടെ യഥാർത്ഥത്തിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻ ഉണ്ട് എന്ന് വിധിച്ചു. പല രാജ്യങ്ങളും എംപ്ലോയർ എംപ്ലോയർ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളും. ഇന്ത്യയും
അങ്ങനെ വേണമെന്നാണ്. ഈ എംപ്ലോയർ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഈ ഈ പറയുന്ന ഒരു ലീഗലായി നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതാണ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം. ഇന്ത്യയിലെ പ്ലാറ്റ്ഫോം ഇക്കോണമി വലിയ തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് പിന്നെ ഏതാണ്ട് 1 കോടിയിലധികം ആളുകൾ പുതിയ അതിൽ ഏറ്റവും സാധാരണക്കാരിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, പഴയ നമ്മുടെ കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പറയുന്ന ഏറ്റവും പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് ജോലി തേടിയിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം അത് 2030 ആവുമ്പോൾ 2-2.5 കോടിയായി അത് വരുമെന്നാണ് നീതി ആയോഗിന്റെ തന്നെ. അപ്പൊ അവിടെ ഒരു പുതിയ മേഖലയാണത്. അവിടെ പുതിയ നിയമനിർമ്മാണം വേണം. ആ നിയമനിർമ്മാണത്തിൽ, കാരണം ഇതിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ പല റേഞ്ചിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ ഡെലിവറി ബോയ്സ് മുതൽ അല്ലാതെ മറ്റു വലിയ ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്നവർ പോലെയുള്ള വലിയ ഇതുണ്ട്. അപ്പൊ അതൊരു വലിയ സെക്ടറായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. നമ്മളൊക്കെ അവിടെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെ സ്വതന്ത്രമായ സംഘടനകളും വരുന്നുണ്ട്. നിലവിലുള്ള സെൻട്രൽ ട്രേഡ് യൂണിയനുകളും ആ രംഗത്ത് ഫോക്കസ് ചെയ്ത് വർക്ക് ഇതുണ്ട്. ഇപ്പൊ ഈ അന്ന സെബാസ്റ്റ്യന്റെ ഒക്കെ കാര്യം നമ്മളുടെ മുന്നിൽ വന്നതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിനാഷണൽ എന്റർപ്രൈസസിന്റെ ഡിക്ലറേഷൻ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആ കമ്പനി അങ്ങനെ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു ചലനവും ഗവൺമെന്റുകൾക്ക് ഉണ്ടായില്ല. ഇതാണ് ഈ തൊഴിലാളികൾ, ഈ വലിയ കമ്പനികളിൽ ചെയ്യുന്ന വിദ്യാസമ്പന്നരായ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള ജീവനക്കാരാണ്, സാധാരണ തൊഴിലാളികളല്ല. അതുപോലെയുള്ള ആളുകൾ വരെ അനുഭവിക്കുന്ന പ്രഷർ നമ്മൾ വളരെ ഗൗരവമായി അഡ്രസ് ചെയ്യേണ്ടതാണ്. അതാണ് ഒരു പ്ലാറ്റ്ഫോം വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി കൊണ്ടുവരേണ്ട ഒരു അതിൽ സെൻട്രൽ ലെജിസ്ലേഷൻ തന്നെ വേണം. വെൽഫെയർ ലെജിസ്ലേഷൻ മാത്രം കൊണ്ട് അത് നമുക്ക് അവരുടെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും ഇപ്പൊ പുതിയ IT സെക്ടറിലെ ചെറുപ്പക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളും അവർ ഈ ഹയർ ആൻഡ് ഫയർ, അവർ കുറച്ചു കൊല്ലം ജോലി ചെയ്യുക, അവരത് പോയിട്ട് വേറൊരു ജോലി ചെയ്യുക. പക്ഷെ ഇങ്ങനെ മാറേണ്ടി വരും. പുതിയ സാഹചര്യത്തിലൊക്കെ തൊഴിലൊക്കെ മാറേണ്ടി വരും. മാറേണ്ടി വരില്ല എന്നുള്ളതല്ല, അങ്ങനെ മാറേണ്ടി വരുമ്പോഴും ഈ സോഷ്യൽ വെൽഫെയറിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക, അതിന് നിയമത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഏത് സെക്ടറിലേക്ക് മാറിപ്പോയാലും അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ പ്ലാറ്റ്ഫോം രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ലേബർ കോഡ് വരുമ്പോൾ നമുക്ക് തൊഴിൽ സംഘടനാ പ്രവർത്തനത്തിന് പ്രയാസകരമാക്കാൻ പറ്റും. അത് അങ്ങനത്തെ നിരോധിക്കുക അങ്ങനൊന്നുമില്ല. പക്ഷെ ഒട്ടനവധി ക്ലോസുകൾ നമ്മൾ പ്രയാസകരമാക്കുന്ന തരത്തിലേക്കാണ് ആ ലേബർ കോഡുകൾ വരുന്നത്. പിന്നെ ലേബർ കോഡുകൾ വരുമ്പോൾ ഒട്ടനവധി തൊഴിലാളികൾ ഈ തൊഴിൽ സംരക്ഷണത്തിന്റെ വെളിയിലും വരും. അത് ഫാക്ടറി ആക്ടിന്റെ ഡെഫിനിഷനിലൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഡെഫിനിഷൻ മാറുന്നതനുസരിച്ച് ആളുകളുടെ ഈ പറയുന്ന തൊഴിൽ നിയമത്തിന്റെ വെളിയിലേക്ക് പോകും. ആ വെളിയിലേക്ക് വരുന്നത് വഴി കിട്ടേണ്ട തൊഴിലാളികൾക്ക് കിട്ടേണ്ട സംരക്ഷണം ഇല്ലാതാവും. അതാണ് ലേബർ കോഡിന്റെ ഒരു പ്രശ്നം. പിന്നെ പ്രശ്നം തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം ഇൻസ്പെക്ഷനാണ്. അതാണ് ശരിക്കും. ആ ഇൻസ്പെക്ഷന് പകരം ഇൻസ്പെക്ടർ ഉണ്ട്, ഇവിടെ നമുക്കുണ്ട്. പക്ഷെ ഇൻസ്പെക്ടർക്ക് പകരം ഇനി ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ്. ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അത് യഥാർത്ഥത്തിൽ തൊഴിൽ കോഡ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ തൊഴിലാളികൾ അനുഭവിച്ച അല്ലെ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള ആ സംവിധാനത്തെ അത് ഡൈല്യൂട്ട് ചെയ്യുകയാണ്. എടുത്തു കളഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരു എടുത്തു കളഞ്ഞില്ല. ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നാണ്. പക്ഷെ അത്തരം ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മളുടെ അസംഷൻ തീർച്ചയായിട്ടും ഇത് കാരണം അത് സേഫ്റ്റി രംഗത്താണ് പലപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ ഹൈദരാബാദിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള അപകടം നോക്കും, എല്ലാം ഈ ട്രെയിൻ അപകടങ്ങൾ എടുത്തു നോക്കും. ഇതെല്ലാം ഈ ഓവർ ടൈം വർക്കിന്റെയും അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സിന്റെ ഇൻസ്പെക്ഷന്റെയും അഭാവമാണ് ഇത്തരം ഈ തൊഴിൽ രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് വരുന്നത്. അതിൽ തൊഴിൽ കോഡിൽ ഗവൺമെന്റ് പറയുന്ന ചില കാര്യങ്ങളിൽ അവർ പറയും അത് ഇങ്ങനെയാണ്, പോസിറ്റീവായി അവർ പറയും.
പക്ഷെ പോസിറ്റീവായി നമുക്ക് ഒരു വായനയിൽ തോന്നുമെങ്കിലും അത് പലപ്പോഴും അത് തൊഴിലാളികൾക്ക് ഭാഗത്തുനിന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അവരുടെ ലേബർ റൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് പല ക്ലോസുകളും സീരിയസ് ആയി വായിച്ചാൽ തോന്നുന്നത്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഗവൺമെന്റ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ 1 to 1 ചർച്ച ചെയ്യാന്നാണ് അവർ പറയുന്നത്. ഇപ്പോ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ സേവ ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതിലുണ്ട്. അപ്പോൾ 1 to 1 ചർച്ച ചെയ്യുമ്പോൾ അതിൽ പല തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മളൊരു വർഗ രാഷ്ട്രീയം പിന്തുടരുന്ന ട്രേഡ് യൂണിയനുണ്ട്, അല്ലാതെ സോഷ്യൽ ഡയലോഗ് എന്ന് പറയുന്ന തരത്തിലേക്ക് നെഗോഷിയേഷൻ ഡയലോഗ് മാത്രമായിട്ട് കാര്യങ്ങൾ കാണുന്ന ഇതുമുണ്ട് ഈ ഇന്ത്യൻ ട്രേഡ് യൂണിയനിൽ തന്നെ. അത് ഇപ്പൊ നമ്മൾ INTUC-യും അല്ലെങ്കിൽ ലെഫ്റ്റ് യൂണിയനും തമ്മിലുള്ള വ്യത്യാസം, സേവയും ലെഫ്റ്റ് യൂണിയനും തമ്മിലൊക്കെയുള്ള വ്യത്യാസമാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഒരു ക്ലാസ് സ്ട്രഗിളിന്റെ ഒക്കെ ആയി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളാണ്. പക്ഷെ അതൊന്നും ഇവിടെ നമ്മൾ പൊതുവായി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറില്ല. നമ്മൾ ഈ പറയുന്ന മിനിമം ഡിമാൻഡുകൾ പൊതുവിൽ അംഗീകരിച്ചിട്ട് കൂട്ടായാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുമായി ചർച്ച ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് പറയും. അപ്പോൾ ഒരു കളക്റ്റീവ് വോയിസ് ആയതുകൊണ്ട് ഗവൺമെന്റ് അത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഉള്ള ഫങ്ഷണറീസ്, നേരത്തെ ILC-യുടെ ലേബർ കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാം ഇപ്പൊ EPF-ല് ESI-ല് അതിന്റെ സംവിധാനങ്ങളിലെല്ലാം പല ട്രേഡ് യൂണിയനുകളെയും അവർ ബോധപൂർവം ഒഴിവാക്കി നിർത്തും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ട്രേഡ് യൂണിയനുകൾ, ചില ട്രേഡ് യൂണിയനുകളെ അവര് പ്രൊമോട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അതൊക്കെ പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിലൊക്കെ തന്നെ ഈ മാനേജ്മെന്റിന് താല്പര്യമുള്ള ട്രേഡ് യൂണിയനുകളെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയ നീക്കങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതുവരെ ഇന്ത്യ സർക്കാർ, നമ്മൾ പറയുന്ന ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്ന, ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ മെക്കാനിസം പഴയതിൽ നിന്ന് വളരെ മാറി. അത് ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണത്തിൽ കോൺഗ്രസിന്റെ ഒരു അപ്രോച്ച്, അവര് വളരെ ആന്റി ലേബർ ആയിരുന്നില്ല ശരിക്കും. ആ ഒരു പൊസിഷനിൽ നിന്ന് ആന്റി ലേബർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അത് ആ ആന്റി ലേബർ എന്നുള്ളത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ കമ്മ്യൂണൽ അജണ്ടകളൊക്കെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് റിലീജിയസ് ആൻഡ് കമ്മ്യൂണൽ ഇഷ്യൂസ് വരുന്നത്. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അതിന്റെ തുടക്കം മുതൽ നേരിടുന്ന ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ അഡ്രസ് ചെയ്യുന്നതിന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നില്ല. കാരണം സംഘടിത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രംഗത്തുള്ള ഒരു കാസ്റ്റിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രശ്നം വന്നിരുന്നു. അത് അംബേദ്കറുടെ കാലത്ത് തന്നെ ആ പ്രശ്നം അന്ന് റേസ് ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു. ശരി, ഇപ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ഇത് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റവുമായി വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ഈ പറയുന്ന ദളിത്, പിന്നാക്ക, ആദിവാസി, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ് ശരിക്കും അതിന്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും അതിനൊരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. അപ്പൊ ആ ആസ്പെക്ട് കൂടെ പരിഗണിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാമെന്ന്, അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആ ലെവലിൽ കൂടി ചർച്ച ചെയ്യണം. കാരണം നമ്മൾ ട്രേഡ് യൂണിയൻ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മറ്റത് ഒരു സോഷ്യൽ ഇഷ്യൂയിലേക്ക് സമൂഹം മാറിപ്പോകും. സോഷ്യൽ ഇഷ്യൂവിനെയും ട്രേഡ് യൂണിയൻ ഇഷ്യൂവിനെയും കൂടി നമുക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന നല്ലൊരു അപ്രോച്ച് അക്കാര്യത്തിൽ ഉണ്ടാവണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ് ഇന്ത്യയിലെ ആളുകൾ നിൽക്കുന്നത് ശരിക്കും. കമ്മ്യൂണിറ്റി, കാസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റികളാണ്. ആ കമ്മ്യൂണിറ്റികള് നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡ് യൂണിയൻ ഡെഫിനിഷൻ വെച്ച് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അപ്പോഴേക്കും അതിന്റെ വെളിയിൽ പോകും. കമ്മ്യൂണിറ്റീസിന്റെ താല്പര്യങ്ങൾ ട്രേഡ് യൂണിയൻ താല്പര്യത്തിന് വ്യത്യസ്തവുമാകും പലപ്പോഴും അതിലെ ഈ പറയുന്ന പല ആസ്പെക്റ്റിൽ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ലെഫ്റ്റ് ആസ് എ ഹോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റീസിനെ അഡ്രസ് ചെയ്യണം. കാരണം ഇന്ത്യയിലെ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് അതിനെ
പിന്നാക്കം പോയ ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. അതുകൊണ്ട് അങ്ങനെ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. അത് ഫോർ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ ആ ജനത എന്ന് പറയുന്നത് ശരിക്കും ലെഫ്റ്റ് ആണ്. കാരണം അവരാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഈ കോർ ആയിട്ട് വർത്തിക്കുന്നത്. അവരിലേക്കാണ് പൊളിറ്റിക്കൽ പവർ വരേണ്ടത്. അത് ആ രീതിയിലേക്ക് നമുക്ക് ട്രേഡ് യൂണിയനും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ കഴിയണം. അത് കഴിയുന്നില്ല. കാരണം കഴിയാത്തത് നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ഒരു ഫ്രെയിംവർക്ക് അങ്ങനെയാണ്. ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഫോക്കസ് ചെയ്തത്. ഓർഗനൈസ്ഡ് ഇപ്പൊ ബാങ്ക് എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ല. നമ്മള് സംഘടന എന്ന് പറയുന്നത് ഏറ്റവും ശക്തമാണ്. ബാങ്ക് ഇൻഷുറൻസ് ശക്തമാണ്. അവിടുന്ന് ഇത്ര ഒരു ഡിമാൻഡ് യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട കാര്യമില്ല ഈ പറയുന്ന രീതിയിൽ. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കാവുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുകയാണ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ഈ ലെഫ്റ്റ് പാർട്ടികളെല്ലാം ഈ പണിമുടക്കിനും പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു ബീഹാറിൽ ബന്ദാക്കി മാറ്റി. അത് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിലാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയല്ലാതെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ഈ പറയുന്ന എന്തിനാണ് സ്തംഭിപ്പിക്കുക വെച്ചാൽ അങ്ങനൊക്കെ ഒരു ഷോക്കായി സ്തംഭിപ്പിച്ചാൽ മാത്രമേ ഗവൺമെന്റിന് ഒരു കുലുക്കം ഉണ്ടാവുള്ളൂ. ആ കുലുക്കം ഉണ്ടാക്കാനുള്ള സന്ദർഭവും ശരിക്കും നമ്മൾ ഇത്തവണയും അങ്ങനെ നഷ്ടപ്പെടുത്തി. നമ്മളിപ്പോ 25 കോടി 30 കോടി തൊഴിലാളികൾ പണിമുടക്കി എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും പറയുമല്ലോ പല സ്റ്റേറ്റുകളിലും അത് ഇഫക്റ്റീവ് ആയില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പരിധിവരെ യാഥാർത്ഥ്യവുമാണ്. അപ്പോ അങ്ങനെ ജനങ്ങളെ ആകെ ഇളക്കി മറിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കൂടി വരണം. അതിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവർ നിർവഹിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ശ്രീലങ്കയിലൊക്കെ ഭരണമാറ്റം വരെ വന്നത് പിന്നീട് വലിയ മൂവ്മെന്റ് ആയിട്ട് വന്നതൊക്കെ വലിയ ഇതല്ലേ. ഇത് പറയുന്ന പോലെ ഇന്ത്യയിൽ ഇനിയും അതിന് സാധ്യതയുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടി അത് കുറച്ചുകൂടി റിയലൈസ് ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടി ട്രേഡ് യൂണിയൻ ഇഷ്യൂസിനോട് അകന്നു നിൽക്കുന്നതോ മുഖം തിരിച്ചു നിൽക്കുന്നതോ ആയ രീതി മാറണം. ട്രേഡ് യൂണിയന്റെ ഡിമാൻഡുകൾ പൊളിറ്റിക്കൽ പാർട്ടികൾ തിരിച്ചറിയുകയും അതിലേക്ക് വരണം. ഒപ്പം തന്നെ ഈ കാസ്റ്റ് സെൻസസ് പോലെയുള്ള കാര്യങ്ങൾ അതൊരു പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷനാണ്. കാസ്റ്റ് സെൻസസ് എന്ന ഡിമാൻഡ് ഉയർന്നു വന്നത് ഇന്ത്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ BJP അത് അക്സെപ്റ്റ് ചെയ്ത് നടപ്പിലാക്കാനും തീരുമാനിച്ചു. അത് ഇപ്പോൾ ഉള്ള ഡിമാൻഡിനെ ഒന്ന് ഫ്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവരത് ഫലപ്രദമായി ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം എല്ലാ സർവേകളും ഈ പറയുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സുകളും നാഷണൽ സാമ്പിൾ സർവേ എല്ലാ സർവേകളും അവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഒന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നമ്മുടെ തൊഴിൽ ദാന പദ്ധതി ആയിട്ട് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നേരിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. ഇതാണ് ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന എല്ലാ സംവിധാനങ്ങളെയും അവർ ഇല്ലാതാക്കി. എന്നിട്ട് ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നതായിട്ട് വരുത്തുകയാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഈ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ഡിമാൻഡ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അതിൽ ഈ കാസ്റ്റ് സെൻസസിന് വലിയ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാസ്റ്റ് സെൻസസ് നടത്തിയാൽ നമ്മൾ സർവേയിൽ നിന്ന് വ്യത്യസ്തമായി സെൻസസ് ആണ് യഥാർത്ഥത്തിൽ ഒരു കറക്റ്റ് ഡേറ്റ കിട്ടുക. ആ ഡേറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് നല്ല ഒരു ഡിമാൻഡായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അതിനോട് യോജിക്കുക. എന്താണ് കാസ്റ്റ് സെൻസസ് എടുത്താൽ അത് വരട്ടെ, അത് അതിന്റെ റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാമല്ലോ. അതിന്റെ സോഷ്യോ എക്കണോമിക് റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ വരുന്നപ്പോൾ ഈ പറയുന്ന സ്ത്രീകളുടെ വിഷയം, നേരത്തെ ഈ ലേബർ ഫോഴ്സിലെ സ്ത്രീകളുടെ പങ്കാളിത്തം, ആ ലേബർ നിലവിലുള്ള ഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെ സ്ത്രീകൾ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻ, അതൊരു കേവലമായൊരു ലീഗാലിറ്റിയുടെ പ്രശ്നമല്ല. ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് അത് ലഭിക്കാത്തത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. ബ്യൂറോക്രസിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് പലപ്പോഴും പ്രോ വിമൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, പല ആക്ടുകളും ഉണ്ട്. ഈ ഹരാസ്മെന്റ്
ആക്ട് ഒക്കെ. പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തത് ബ്യൂറോക്രസിയുടെ ഒരു പെട്രിയാർക്കൽ അപ്രോച്ച് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ ട്രേഡ് യൂണിയൻ, സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നത്തിൽ ട്രേഡ് യൂണിയനുകൾ ശ്രദ്ധ വെച്ചാൽ ഒരു തൊഴിലാളി കർഷക ഐക്യം പോലെ സ്ത്രീ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു യൂണിറ്റി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതിന് വിവിധ ട്രേഡ് യൂണിയനുകൾ, ഒരു ട്രേഡ് യൂണിയനൊന്നും അത് കഴിയില്ല. അത് വിവിധ ട്രേഡ് യൂണിയനുകൾ അത് കഴിയണം. ഉണ്ടാക്കാവുന്ന ഈ ഇലക്ടറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ പോലും നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുന്നു. ഒരു ഇലക്ടറൽ അലയൻസിലൂടെ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. അതും പൊളിറ്റിക്കൽ പാർട്ടി ലീഡർഷിപ്പാണ് അതിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്.